ഇപ്പോഴും അമ്മയും അച്ഛനുമാരും നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കണമെന്ന് എന്താ ബഹുമാനവും സ്നേഹമല്ലേ അവരെന്തെങ്കിലും ബഹുമാനവും സ്നേഹവും എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ അറിവുള്ളെന്ന് ഓരോ അമ്മയും അച്ഛനും വിചാരിക്കുന്നത്. അതൊരു തെറ്റായ താങ്കളുടെ ഒരു അങ്ങനെയായോ? നിങ്ങൾ ഈ വീട്ടിനകത്ത് മകൾക്ക് ഒരു അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ വിചാരിക്കുന്നത് എന്താണ്? താങ്കളുടെ മകൾക്ക് ഒരു അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയാണോ മകള് വിചാരിക്കുക? അല്ലല്ല, ഞാൻ എൻ്റെ മകൾക്ക് അങ്ങനെയല്ല കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മകൾക്ക് ഒരു വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ബാക്കി മുഴുവനും സ്കൂളുകളും ബാക്കിയുള്ളവരും നാട്ടുകാരും എല്ലാവരും മറ്റു പേരൻസും ചെയ്യുന്നത്. പേരൻസ് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് അവരാണ് കുട്ടികളെ വളർത്തുന്നതെന്നാണ്. കുട്ടികളെ വളർത്തുന്ന അമ്മയും അച്ഛനും ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ലോകത്ത് അവരുള്ളത്. 3 വയസ്സ് തൊട്ട് LKG സ്കൂളിൽ വിട്ടു തുടങ്ങുമ്പോൾ തൊട്ട് വേറെ ആളുകൾ ഇടപെടുന്ന സ്ഥലമാണ്. പബ്ലിക് റോഡ് ഉണ്ടാക്കുന്ന അമ്മയും അച്ഛനും അല്ല, സാമൂഹ്യ ജീവിയാണല്ലോ, എല്ലാവരും സാമൂഹ്യ ജീവിയാണെങ്കിൽ ഈ ആളുകൾ പണ്ട് കാലത്ത് അങ്ങനല്ല. ഒരു കൃഷി കുടുംബത്തിനകത്ത് വളരുന്ന ആളിന് അയലത്തുള്ളവരുടെ എങ്ങും വിടുന്നില്ല, വേറെ എങ്ങും വിട്ട് പഠിപ്പിക്കുന്നില്ല. അവർ പഠിപ്പിച്ചിരുന്നത് ആ കൃഷി തന്നെയാണ്. കുലത്തൊഴിൽ പഠിപ്പിക്കുന്നവരായിരുന്ന പണ്ടുണ്ടായിരുന്നത്. അത് മാറിയല്ലോ, മാറി. അതുകൊണ്ടാണ് അത് തിരിച്ചറിയാത്ത അമ്മയും അച്ഛന്മാരാണ് ഞങ്ങളാണ് കുട്ടികളെ വളർത്തുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. കുട്ടികളെ വളർത്തുന്നത് അമ്മയും അച്ഛനും അല്ല. അമ്മയും അച്ഛനും ഒരു പങ്കേ ഉള്ളതില് 10% പങ്ക് വരെ വരുത്തുള്ളൂ. ജനിപ്പിക്കുന്നത് അവര് വിചാരിച്ചിട്ട് ഇന്ന ആളിനെ ജനിപ്പിക്കുന്നു എന്ന് വിചാരിച്ചിട്ടല്ല, ജനിതകമായി ഉണ്ടാകുന്നതാണ്. ആ ജനിതകം അമ്മയുടെ അച്ഛന്റെ അല്ല ജനിതകം. അപ്പൊ അച്ഛനും അമ്മ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തെറ്റാണോ? ഇനി നിലനിൽക്കുന്ന അർത്ഥത്തിനകത്ത് തെറ്റാണ്. അമ്മയും അച്ഛനും എന്ന് പറയുന്നത് ജനിതകപരമായി ആ ജനിതകം പോലും അവരുടേതാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തതാണ്. അവരുണ്ടാക്കുന്ന കുഞ്ഞിനെ ഇന്ന കുഞ്ഞിനെ ഉണ്ടാക്കുന്നതെന്ന് അവരറിയുന്നില്ല. അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തേ ഉള്ളൂ. ആ ലൈംഗിക ബന്ധത്തിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുഞ്ഞ് രൂപപ്പെടുത്തുന്നത് ഇന്ന് സമൂഹത്തിനകത്തെ പൊതുവായ ആയിരക്കണക്കിന് സംവിധാനങ്ങളിനകത്തൂടാണ്. ഇത് കാരണം കൊണ്ട് വളരെ ചെറിയ റോളിലേക്ക് അമ്മയും അച്ഛനും മാറിപ്പോയി എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാത്ത അമ്മയച്ഛന്മാരാണ് ഇപ്പോഴും വീടുകളിലുള്ളത്. ഇതുകൊണ്ടാണ് അമ്മയും അച്ഛനും പറഞ്ഞാൽ അനുസരിക്കണമെന്ന് അവർ വിചാരിക്കുന്നത്. നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇഷ്ടംപോലെ എന്ന് ഒരു വലിയ സംവിധാനം. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് പബ്ലിക് സ്കൂളുകൾ ഉണ്ടാകുന്നത്. അതൊക്കെ താങ്കൾ പറയുന്നത് കറക്റ്റ് തന്നെ. പക്ഷേ ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ എൻ്റെ അമ്മ ഒരു കാര്യം പറയുന്നത് കേൾക്കുന്നത് ഒരിക്കലും താങ്കൾ പറയുന്ന ചിന്തയിലല്ല. അവരോടുള്ള എൻ്റെ സ്നേഹം എന്ന് പറയുന്നൊരു ഫീലിംഗ് കൊണ്ടാണ്. അവർ പ്രായമായി, അവരെന്നെ ഇത്രയും കാലം പ്രൊട്ടക്ട് ചെയ്തു, അല്ലെങ്കിൽ എനിക്കുള്ള കാര്യങ്ങൾ നടത്തി തന്നു, എനിക്ക് പറയുന്ന കാര്യങ്ങൾ നടത്തി തരുന്നു, അല്ലെങ്കിൽ എന്നെ അവർ നല്ല രീതിക്ക് പഠിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്തു. ഇതിനൊക്കെ ഒരു റെസ്പെക്ട്, ഒരു സ്നേഹം ഞാൻ അവരോട് കാണിക്കുന്നു. തിരിച്ച് ആ ഒരു സ്നേഹമല്ലേ പരസ്പരം പാരന്റ്സും കുട്ടികളും തമ്മിലുള്ളത്. അല്ല, അപ്പൊ താങ്കൾ പറയുന്ന പാരന്റിനായിട്ട് ഒരു ബന്ധമില്ല. അല്ല, അത് ഇതെല്ലാം പെടുന്നതല്ലേ, ഈ അനുസരണ എന്ന് പറയുന്ന സ്നേഹത്തിൽ ഉൾപ്പെടുന്നതല്ലേ. 10% സാധനം നിങ്ങൾ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പറയാത്ത കാര്യങ്ങൾ എന്റെ വായിക്കാത്ത കേട്ടിട്ടുണ്ട്. സ്ത്രീകൾ പശുക്കളെ പോലെയാണെന്ന് താങ്കൾ ഒരു കണിശമാണ്. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പശുക്കളെ പോലെ വളർത്തുന്നത്, അവരെ ബോൺസായി പോലെ വളർത്തുന്നത്. അവർക്ക് തന്നെത്താനായിട്ട് എന്നാൽ ഒരു പെൺകുട്ടി പുറത്തോട്ട് ഇറങ്ങി നടക്കാനോ, സ്വന്തം ഇന്ത്യയിലെ പൗരനാണെന്ന് പറഞ്ഞിട്ട് രാത്രി നടക്കാനോ ഒന്നും ഒക്കത്തില്ല. നാടിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളതാണ് ഈ അമ്മയും അച്ഛനും. എല്ലാ വീട്ടിലും അമ്മയും അച്ഛനേ ഉള്ളൂ. ഈ നാട്ടിൽ അമ്മയും അച്ഛന്മാരേ ഉള്ളൂ. അവർ വളർത്തിയ ആൾക്കാർ നിങ്ങൾ ഈ നിൽക്കുന്ന മുഴുവൻ വീടുകളിനകത്ത് ഈ ഇരിക്കുന്ന അമ്മയും അച്ഛന്മാരെ പോലെ തന്നെ ഇരിക്കുന്ന അമ്മയും അച്ഛന്മാരും അവരുണ്ടാക്കിയ മനുഷ്യർ മാത്രമേ ഈ റോഡിലുള്ളൂ. പിന്നെ അവരെങ്ങനെ ആൾക്കാർ മോശമായിട്ട് പെരുമാറുന്ന വേറെ ആരാ ഉള്ളത്? ഈ അമ്മയും അച്ഛന്മാരാ. അത്രയാ അറിയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു താങ്കൾ ഈ അതുകൊണ്ടാണ് ജനാധിപത്യപരമായിട്ടുള്ള സ്ഥലത്ത് വരുമ്പോഴാണ് സ്കൂളിനകത്ത് ഈ വിദ്യാഭ്യാസം കൊടുത്ത് ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യരായിട്ട് മാറുമ്പോൾ അമ്മയും അച്ഛൻ്റെ റോള് ലോകത്ത് കുറയും. ആ കുറഞ്ഞു എന്ന് അവർ തിരിച്ചറിയാതിരിക്കുന്നത് കാരണം കൊണ്ടാണ് പെൺകുട്ടികളെ വളർത്തുന്നത് ബോൺസായി പോലാണ്. പുറത്തിറങ്ങി നടക്കാനോ ലോകപരിചയം ഉണ്ടാക്കാനോ അനുവദിക്കാതെ. പണ്ട് കാലത്ത് തന്നെ വിദ്യാഭ്യാസം കൂടെ കൊടുക്കത്തില്ല. 18 വയസ്സാകുന്നതിന് മുമ്പേ കല്യാണം കഴിപ്പിക്കുകയും ചെയ്യുക. ഇങ്ങനെ എല്ലാം ചെയ്തിരുന്ന സാധനത്തിനെ ആളുകളെ അവരെ വളരാൻ അനുവദിക്കാതിരിക്കുന്നത് അമ്മയും അച്ഛനുമാണ്. അമ്മ എന്ന് പറയുന്നത് അച്ഛനല്ലേ? അമ്മ എന്ന് പറയുന്നത് അച്ഛന്റെ കാര്യസ്ഥനാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അമ്മയ്ക്ക് സ്വന്തമായി തീരുമാനം എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അച്ഛന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചിട്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് അവര് ബോൺസായി പോലെ പുരുഷന്റെ മേൽക്കോയ്മ എന്ന് പറയുന്നത്. അതിനെയാണ് പുരുഷന്റെ മേൽക്കോയ്മ എന്ന് പറയുന്നത്. അതിനെന്താ എത്ര സംശയം? അങ്ങനെ പുരുഷ മേൽക്കോയ്മയുള്ള നാട്ടിലാണ് നമ്മളുള്ളത്. അത് മാറ്റിയെടുക്കുന്ന പണിയിലാണ് നമ്മൾ. അതുകൊണ്ടാണ് അമ്മയും അച്ഛനും പറയുന്ന പോലെ ഒന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതെന്നും അവരുടെ കൂട്ടത്തിലല്ല. പുരുഷ സമൂഹമല്ലേ സ്ത്രീ സമൂഹത്തെക്കാൾ. പുരുഷ സമൂഹം മാറ്റുക എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ.
തുല്യരായ പൗരരെ ഉണ്ടാക്കുന്ന ക്ലാസ് റൂമിനകത്താണ് ആ വിദ്യാഭ്യാസം വേണ്ടത്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വിടുന്ന കുട്ടികളുണ്ടാകണം. പക്ഷെ അധ്യാപകർ വിദ്യാർത്ഥികളെ റേപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഇപ്പൊ കടന്നു പോകുന്നത്? അത് അധ്യാപകരെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ള അമ്മയച്ഛനുമാണ്. സ്കൂളിലെ അധ്യാപകർ സ്കൂളിലെ അധ്യാപകരെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയ അമ്മയച്ഛനും തന്നെയാണ്. വേറെ ആരാ ഉള്ളത്? മര്യാദയില്ലാതെ പെരുമാറുന്ന അമ്മയച്ഛന്മാരുടെ ലോകത്തുള്ളവർ തന്നെയാണ് ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്. അധ്യാപകർ വേറെ എവിടുന്നാ വരുന്നത്? അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. പഴയ കാലത്ത് അധികാരം അനുസരിച്ചിട്ടാണ് അവരതങ്ങനെ ചെയ്യുന്നത്. കാരണം ഇവരോട് ചോദിക്കണ്ട. റേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമ്മതമില്ലാതെ പെരുമാറുന്നതാണ്. സമ്മതമില്ലാതെ പെരുമാറുന്ന അച്ഛത്വം അമ്മത്വമാണ്. ഈശ്വരൻ എന്ന് പറയുന്ന ജനനവും മരണം, താങ്കളുടെ ഡെഫിനിഷൻ എന്താണ് ജനനത്തെ മരണത്തെ കുറിച്ചും? ജനനവും മരണവും, നിങ്ങൾ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ജനനവും മരണവും എന്ന് പറയുന്നത്, ജീവികളുടെ ലോകത്ത് മരണമില്ലാത്ത ജീവികളുമുണ്ട്, മരണമുള്ള ജീവികളുമുണ്ട്. ജനനമുള്ള ജീവികളും ജനിച്ചത് ഒരിക്കലും അവസാനിക്കാത്ത ജീവികളുമുണ്ട്. പലതരത്തിൽ ജീവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ സങ്കീർണ ജീവികളുടെ ലോകം എത്തുമ്പോഴാണ് ജനനവും മരണവും ഉള്ളത്. ബാക്ടീരിയക്ക് മരണമില്ല, അത് മൂത്ത് രണ്ടാകത്തേ ഉള്ളൂ. അപ്പോൾ അത് അനന്തമായിട്ട് പോകും. അങ്ങനെ പോകുന്നതിനകത്തു നിന്ന് രണ്ടെണ്ണം തമ്മിൽ ചേർന്ന് ജീവിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയതാണ് സങ്കീർണ ജീവികൾ എന്ന് പറയുന്നത്. ആ സങ്കീർണ ജീവികളുടെ ലോകത്ത് വന്നപ്പോൾ രണ്ടനുഭവത്തിനെ തമ്മിൽ ചേർത്ത് മൂന്നാമതൊരു അനുഭവം ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയതിനെയാണ് ലൈംഗികത എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേര് ചേർന്നുണ്ടാകുന്ന സമയത്ത് അവരെ റീപ്ലേസ് ചെയ്യുന്നത്. മറ്റേത് ബാക്ടീരിയ അത് തന്നെയാണ് തുടരുന്നത്. അതിന് പുതിയ അറിവ് അധികം ഉണ്ടാകത്തില്ല, ചുറ്റുപാടുമായിട്ടുള്ള ചെറിയ അറിവ് ഉണ്ടാകത്തുള്ളൂ. രണ്ടുപേര് ചേരുമ്പോൾ ഗുണപരമായ ഉയർച്ച ഉണ്ടാകും. അങ്ങനെ സങ്കീർണ ജീവികൾക്കകത്ത് നമുക്ക് പകരം ഉണ്ടാകുന്നത്, നമ്മൾ തുടരുന്നത് മക്കളിലൂടെ ആകുന്ന പ്രക്രിയയാണ് നമ്മൾ ലൈംഗികത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പകരമാണ് കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞിനെ വളർത്തി കഴിയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നവർ നഷ്ടപ്പെട്ടു പോകേണ്ട ആവശ്യം, അവർ അനാവശ്യമായി മാറുന്നത് കൊണ്ടാണ് മരണം വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് മരിച്ച് ജീവിക്കുന്ന ജീവികളായിട്ട് മാറുന്നത് ഈ സങ്കീർണ ജീവികളിലേ ഉള്ളൂ. അപ്പോൾ ഈ പുനർജന്മം എന്നൊക്കെ പറയുന്നുള്ളതാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഇല്ല ഇല്ല, അതൊക്കെ പഴയ കാലത്ത് ജനിതകം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കാലത്ത് മനുഷ്യർ സങ്കല്പിച്ചതാണ് ഈ അനുഭവം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന്. അപ്പോൾ അത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സങ്കല്പമാണ് ഈ ജന്മം. അപ്പൊ മരിച്ചവർ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം പോകാനൊക്കത്തില്ല. മരണം എന്ന് പറയുന്നത് മക്കൾ ഉള്ളിടത്തോളം കാലം അവർ തുടരും. അപ്പൊ ഈ താങ്കളോ ഞാനോ മരിക്കുകയാണെങ്കിൽ നമ്മളെന്ന് പറയുന്ന സാധനം അത് ഒരു 30 വർഷം മുമ്പ് നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ ഇരുന്നത്. അല്ല. അപ്പം നിങ്ങൾ മാറിയിട്ടില്ലേ? ഇങ്ങനെ മാറിയിട്ടില്ല. ഇതുപോലെ മാറി തീരുന്നത് നിങ്ങളായിരിക്കുന്നത് മുഴുവൻ വേറെ പലതുമായിട്ട് മാറും. ഇപ്പം നിങ്ങൾ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചു. അത് നിങ്ങളായിട്ട് ആ ഭക്ഷണം നിങ്ങളെ ഇപ്പം മാറ്റി കാണിക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങളായി മാറി. ഇതുപോലെ നിങ്ങൾ വേറെ പലതിനും ആഹാരമായി മാറത്തേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, താങ്ക് യു സാർ. ഇത്രയും നേരം ഹോട്ട് സീറ്റിൽ ഞങ്ങളോട് വിശേഷങ്ങൾ പങ്കുവച്ചതിനും നന്ദി. താങ്ക് യു സോ മച്ച്.